മൈ സ്കൂട്ടർ വേൾഡിൻ്റെ മറ്റൊരു റൈഡ് റിവ്യൂയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോളിട്ടതിൽ വെച്ച് ഏറ്റവും അധികം ആളുകൾ റിക്വസ്റ്റ് ചെയ്തത് സ്പ്ലെൻഡർ പ്ലസിൻ്റെ റൈഡ് റിവ്യൂ ചെയ്യണമെന്നുകൊണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ ബേസിക്കായിട്ട് വാക്ക് അറൗണ്ട് ആയിട്ട് ആ ബേസിക് ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞു. ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് കളറുള്ള മിറർ ലഭിക്കുന്നുണ്ട്. ബോക്സ് ഷേപ്പായിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള നമ്മുടെ ഹെഡ്ലൈറ്റും അതുകൂടെ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ് ലഭിക്കുന്നുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസ്, ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. 165 mm ആണ് വാഹനത്തിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഏകദേശം 112 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. ഇൻബിൽട്ട് സാരി ഗാർഡ്, ക്രാഷ് ഗാർഡ് എല്ലാം തന്നെ നമ്മുടെ കമ്പനിയിൽ ലഭിക്കുന്നുണ്ട്. 9.8 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അനലോഗ് മീറ്ററാണ്, സിമ്പിളായിട്ടുള്ള മീറ്ററാണ് വാഹനത്തിന് വരുന്നത്. i3s സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ട്, കിക്ക് സ്റ്റാർട്ട് രണ്ടും അവൈലബിൾ ആണ്. എഞ്ചിൻ കപ്പാസിറ്റി 98 cc ആണ്. 5.8 bhp അല്ലെങ്കിൽ കിലോ വാട്ടാണ് വാഹനത്തിൻ്റെ. ടോട്ടൽ പവർ 8.3 ന്യൂട്രൺ മീറ്ററാണ് ടോർക്ക് എമിറ്റ് ചെയ്യുന്നത്. നമുക്കൊരു 70-72 മൈലേജ് ലഭിക്കുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അതായത് വാഹനം ഓടിക്കുന്ന ആളുടെ ഡ്രൈവിംഗ് ശൈലി അനുസരിച്ച് ഒരു സെൻസർ വർക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള പോലെ മാത്രമേ ഫ്യൂൽ എമിറ്റ് ചെയ്യുന്നുള്ളൂ. i3s സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ റൈഡിന് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് എക്സോസ്റ്റിൻ്റെ നോട്ടൊന്ന് കേൾക്കാം. അപ്പോൾ ഇതാണ് എക്സോസ്റ്റ് നോട്ട്, ബേസിക്കായിട്ടുള്ള എക്സോസ്റ്റ് നോട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടിക്ക് കയറുന്നത് ഓടിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാം. അപ്പോൾ നമ്മൾ നേരെ ഹെൽമെറ്റിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ കയറി ഇരിക്കാൻ പോവാണ്. നമ്മൾക്ക് ഈ വീഡിയോ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ കൈരളി ഹീറോ ഹോണ്ട ഷോറൂമാണ്. ഇപ്പോൾ നല്ലൊരു ഓഫർ അവിടെ റൺ ചെയ്യുന്നുണ്ട്. വെറും 5000 രൂപ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്ലെൻഡർ പ്ലസ് അതുപോലെ തന്നെ പാഷൻ പ്ലസ് എല്ലാ വണ്ടികളും നമുക്ക് ഇറക്കാവുന്നതാണ്. നല്ലൊരു സിബിൽ സ്കോർ കൂടണമെങ്കിൽ 5000 രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് മതി. ബാലൻസ് എമൗണ്ട് ഒരു ലോൺ ചെയ്ത് തരുന്നതാണ്. ഓൾ കേരള ഫണ്ടിങ് ആണ്. ഓൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലോൺ ചെയ്ത് തരാവുന്നതാണ്. ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ആഡ് ചെയ്യുന്നുണ്ട്. അവരൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഈ ഒരു ഡിസൈനായിരിക്കും, ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വാഹനത്തിൻ്റെ കോക്പിറ്റ് ഫ്രണ്ട് വ്യൂ വരിക. വാഹനത്തിൻ്റെ എന്താ പറയുക സ്വിച്ചസ് കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് അതിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിറർ ഞാൻ കറക്റ്റ് രീതിയിൽ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹെൽമെറ്റിൻ്റെ ബക്കിൽ ഇടണമെന്നില്ല. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ബക്കിലിട്ടു. അപ്പോൾ ഞാൻ ഈ സ്വിച്ചസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വാഹനത്തിൻ്റെ ഇടത്തെ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതാണ് വാഹനത്തിൻ്റെ അടുത്ത സൈഡിൽ സ്വിച്ചസ് വരിക. അതിൽ നമുക്ക് ബേസിക്കായിട്ട് കാര്യങ്ങളാണ് വരിക. ഇൻഡിക്കേറ്റർ, ഡിമ്മ് ബ്രൈറ്റ്, ഹോൺ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇടത്തെ സൈഡിൽ സ്വിച്ചസിൽ വരിക. വലത്തെ സൈഡിലേക്ക് പോരുമ്പോൾ മിറർ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ. നമുക്കിനി മീറ്ററിൽ ജസ്റ്റ് ഒന്ന് കാണാം. ഇൻഡിക്കേറ്ററിൻ്റെ 2 നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ കീ ഓൺ ആക്കിയാൽ i3sൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ന്യൂട്രൽ ലൈറ്റ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, സൈഡ് സ്റ്റാൻഡ്, കട്ട് ഓഫ്, പിന്നെ അത് കൂടാതെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ സ്പീഡോമീറ്ററിൻ്റെ കാര്യങ്ങൾ, ഓഡോമീറ്റർ, ഇപ്പുറത്ത് ഫ്യൂൽ ഗേജ്, ഇത്തരം കാര്യങ്ങൾ കാണിക്കുക. ഈ റൈറ്റ് സൈഡിൽ i3s സ്റ്റാർട്ട് സ്റ്റോപ്പും സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ മിററും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഹൈവേയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറച്ച് ട്രാഫിക് കുറച്ച് തിരക്കുണ്ടാവും. എന്നാലും പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കൈരളി ഹീറോയുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതൊരു പോക്കറ്റ് റോഡാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പതുക്കെ തിരിക്കുന്നതിന് വണ്ടി യാതൊരു പ്രശ്നമില്ല. റോഡ് സൈഡ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. സീറ്റിംഗ് പൊസിഷനും ഒരു സുമാർ സീറ്റിംഗ് പൊസിഷനാണ്. ഞാൻ ഏകദേശം ഒരു 6 അടിക്ക് അടുത്ത് പൊക്കമുള്ള ആളാണ്. വെയിറ്റ് ഏകദേശം ഒരു 92 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇരുന്നിട്ട് സീറ്റ് ചെറുതുപോലെയാണ് തോന്നുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഒരു വലിയ മനുഷ്യനാണ്. അപ്പോൾ സ്പ്ലെൻഡർ ചെറിയ വണ്ടിയുമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ബാക്കി നിങ്ങൾക്കെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരും വലിപ്പവും പൊക്കും കാര്യങ്ങളും കാണുന്നതെല്ലാം വ്യത്യാസം ഉണ്ടാവുമല്ലോ. സ്വിച്ചസ് എല്ലാം തന്നെ വളരെ എയർഗോണമിക് ആണ്. സ്വിച്ചസ് എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് എന്താ പറയുക എത്താവുന്ന, നമുക്ക് കൈ പെട്ടെന്ന് എത്തിപ്പിടിക്കാവുന്ന രീതിയിലാണ് സ്വിച്ചസിൻ്റെ എല്ലാ ഡിസൈൻ വരുന്നത്. ഹാൻഡിൽ ബാറും കിടലിനാണ്. നല്ല ഒരു സ്റ്റീൽ കളറുള്ള ഹാൻഡിൽ ബാറാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വളരെ വൈഡാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും പൊക്കമാണ് ഉണ്ടായിട്ട് കൂടി എനിക്ക് സുഖമായിട്ട് നിവർത്തിരുന്ന കൈ എന്താ പറയുക കൈക്ക് ഒട്ടും മുഷിയാതെ സുഖമായിട്ടിരുന്നു വണ്ടിയിൽ പിടിച്ച് യാത്ര ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് 4 സ്പീഡ് ട്രാൻസ്മിഷനാണല്ലോ നമ്മുടെ വണ്ടിയിൽ വരുന്നത്. ഗിയർ അത്ര വളരെ സ്മൂത്തും അല്ല, എന്നാൽ മുട്ടൻ ഹാർഡും അല്ല, ഒരു മീഡിയത്തിലാണ് ഗിയർ ബോക്സ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും ലോങ് ഒക്കെ റൈഡ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ക്ലച്ച് നമ്മൾ ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ഗിയർ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ സീറ്റിംഗ്, ഓവറോൾ സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റിംഗ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലല്ല ഇരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ വാഹനത്തിന് ഇപ്പോൾ നമുക്കൊരു 18 ഇഞ്ച് അലോയ് വീൽ വരുന്നുണ്ട്. സാപ്പർ സീരീസിലുള്ള MRF ടയേഴ്സാണ് ഇത് വരുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് അഡ്ജസ്റ്റബിൾ സ്പ്രിംഗ് ലോഡർ സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഡീസൻറ്റ് എന്ന് പറയാം. നമുക്കൊരു ഹൈലി കംഫർട്ടബിൾ എന്നും പറയാൻ പറ്റില്ല, എന്നാൽ തീരെ മോശം എന്നും പറയാൻ പറ്റില്ല.
ഒരു മീഡിയം ലെവൽ കംഫർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ ബൈക്കാണ്. നമ്മൾ ആ ഒരു സ്പീഡ് റേഞ്ചിൽ ഓടിക്കാനും സാധിക്കുള്ളൂ. 40 to 60 റേഞ്ചിലാണ് ഈ ബൈക്ക് സാധാരണ ഓടിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്നുള്ളൂ, നല്ല പെർഫോമൻസ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ലഭിക്കുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ്റെ പിക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഇട്ടു, സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു, ഫോർത്ത് ഇട്ടു, ഒരു 50-60 മേളിലേക്ക് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 100 cc, ശരിക്കും ഒരു 97 cc വണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ എഞ്ചിനായതുകൊണ്ട് അടുത്തൊരു ഇയർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. കുറച്ചും കൂടി സ്പീഡ് കൂട്ടണം. നമ്മളൊരു 70-80 റേഞ്ചിലേക്കൊക്കെ എത്തുന്ന ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ ഒരു വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്യൂൽ ടാങ്കിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ വൈബ്രേഷനേക്കാൾ കൂടുതൽ നമുക്ക് എഞ്ചിൻ്റെ ഒരു മുരൾച്ചയില്ല, ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുക. വൈബ്രേഷൻ താരതമ്യേന കുറവാണ്. ഇപ്പോൾ 100-ൽ നമുക്കൊരു 30-40% വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. എഞ്ചിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഗിയർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു മുരൾച്ച വരുന്നുണ്ട്. പിക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിക്കപ്പ് ക്യുക്കാണ്, വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് നല്ല ക്യുക്കായിട്ടുള്ള പിക്കപ്പ് കിട്ടുന്നുണ്ട്. തേർഡും പ്രശ്നമില്ല. ഫോർത്ത് ഇട്ടിട്ട് നമ്മളിങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കയറി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു എന്താ പറയുക, ഒരു ലീനിയർ പിക്കപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വലിയ വിഷയമില്ല. കാരണം ഒരു മാക്സിമം ഈ പറഞ്ഞ പോലെ ഒരു 90-85 മാക്സിമം പോവുള്ളൂ വണ്ടി. അതിന് മേളിലേക്കൊന്നും വണ്ടി പോകത്തില്ല. പക്ഷെ അത്ര സ്പീഡിൽ ഓടിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസും എഞ്ചിൻ ലൈഫും മൈലേജും ലഭിക്കുന്ന ഒരു 40-60 റേഞ്ചിൽ ഓടിക്കാൻ മാത്രമേ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ബ്രേക്കിംഗ് കൂടെ പറഞ്ഞുതരാം. ബ്രേക്കിംഗ് ഫ്രണ്ട് 130 mm ഡ്രം ബ്രേക്കും ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്കും, കൂടാതെ IBS അല്ലെങ്കിൽ കോമ്പി ബ്രേക്ക് സപ്പോർട്ട് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബ്രേക്കിംഗ് നമുക്കൊരു 50-50 ബ്രേക്കിംഗ് ഉള്ളൂ. അത്ര എഫക്റ്റീവ് ബ്രേക്കിംഗ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ കുറവൊന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം റേഞ്ച് ബ്രേക്കിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ലൈറ്റ്സ് എടുത്ത് കാണിക്കാനായിട്ടുള്ളൊരു സംഗതി ഇല്ല. കാരണം വെച്ചാൽ ഓൾറെഡി പകൽ സമയമായതുകൊണ്ട് നമുക്ക് ലൈറ്റ്സിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. എന്നാൽ തന്നെ ഞാൻ അതിൻ്റെ വോളിൽ അടിച്ച് നോക്കിയപ്പോൾ, മകൽമേ അടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല പ്രകാശമുണ്ട്. പിന്നെ ഓൾറെഡി സ്പ്ലെൻഡറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അത്യാവശ്യം നല്ലൊരു പ്രകാശം നൽകുന്ന ഹാലോജൻ ലൈറ്റ്സാണ് നമുക്ക് ഹെഡ്ലൈറ്റിന് കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയുടെ ഏകദേശം ഓൺ റോഡ് കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 97,000 രൂപ മാത്രമേ വണ്ടിക്ക് ഓൺ റോഡ് കോസ്റ്റ് വരുന്നുള്ളൂ. സർവീസ് കോസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, പെയ്ഡ് സർവീസ് ആയാൽ പോലും കമ്പനി ഷോറൂമിൽ ചെയ്താൽ നിങ്ങൾക്കൊരു 1000 രൂപ 1200 രൂപ റേഞ്ച് വണ്ടിക്ക് പെയ്ഡ് സർവീസിൽ കോസ്റ്റ് വരത്തുള്ളൂ. ഈ 97,000 രൂപ നമ്മൾ ഈ വണ്ടി എടുത്ത് എപ്പോൾ റീസെയിൽ ചെയ്താലും വലിയ ലോസിലാണ് നിങ്ങൾക്ക് എപ്പോഴും വണ്ടിക്ക് നല്ല റീസെയിൽ വാല്യൂ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു 25-30 കിലോമീറ്ററൊക്കെ വലിയ നടുവേദന ഇല്ലാണ്ട് ഓടിച്ചു നടക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുകളിലേക്ക് ലോങ് പോകാൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടർ ബൈക്കാണ്, സിറ്റിയിൽ അങ്ങോട്ട് ക്രൂസ് ചെയ്യാനുള്ള ഒരു വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൽ കൊണ്ട് ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ കംഫർട്ടബിളായിട്ട് ഓടിച്ചെന്ന് പറയുകയാണെങ്കിൽ ഒരു മാക്സിമം ഒറ്റ സ്ട്രെച്ചിൽ ഒരു 20-25 ഓടിച്ചാൽ മതിയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും എന്തായാലും രേഖപ്പെടുത്തുക. താങ്ക് യു.